തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തും. രണ്ടാം ഘട്ട പ്രചാരണം കൊല്ലത്ത് നിന്ന് ആരംഭിക്കും. ഈ മാസം 4-ന് കൊല്ലം കോർപ്പറേഷനിൽ മുഖ്യമന്ത്രിയുടെ പൊതുസമ്മേളനം നടക്കും. കോർപ്പറേഷനുകളിലേക്കാണ് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുക. വിജിനുണ്ട് വിവരങ്ങൾ നൽകാനായി. വിജിൻ, വിശദാംശം. അജി, മുഖ്യമന്ത്രിയുടെ രണ്ടാം ഘട്ട പര്യടനത്തിനാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പര്യടനത്തിനാണ് തുടക്കമാകുന്നത്. ആദ്യത്തെ പര്യടനം അത് തിരുവനന്തപുരം കോർപ്പറേഷനിലായിരുന്നു നടന്നത്. സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പങ്കെടുത്ത കൺവെൻഷനിലായിരുന്നു മുഖ്യമന്ത്രി അന്ന് പങ്കെടുത്തത്. ഇപ്പോൾ വിദേശ പര്യടനത്തിന് ശേഷം മുഖ്യമന്ത്രി നാട്ടിൽ തിരിച്ചെത്തിയ ശേഷമുള്ള രണ്ടാം ഘട്ട പര്യടനത്തിനാണ് തുടക്കമാകുന്നത്. കൊല്ലം ജില്ലയിൽ 4-ാം തീയതി കോർപ്പറേഷനിൽ വലിയ പൊതുസമ്മേളനം സംഘടിപ്പിച്ചാണ് മുഖ്യമന്ത്രിയുടെ രണ്ടാം ഘട്ട പര്യടനത്തിന് തുടക്കമാകുന്നത്. ഒപ്പം തന്നെ 5-ാം തീയതി എറണാകുളത്തും 6-ാം തീയതി തൃശ്ശൂരിലും 7-ന് കോഴിക്കോടും 9-ന് കണ്ണൂർ അവസാനിക്കുന്ന നിലയിലാണ് നിലവിൽ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം ക്രമീകരിച്ചിരിക്കുന്നത്. ഒപ്പം ഈ ജില്ലകളിൽ എല്ലാം തന്നെ പ്രസ് ക്ലബ്ബുകൾ സംഘടിപ്പിക്കുന്ന മാധ്യമ സംവാദ പരിപാടിയിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. സാധാരണഗതിയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ മാധ്യമങ്ങളുമായി സംവദിക്കുന്ന പ്രസ് ക്ലബ്ബുകൾ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു. അതിന് സമാനമായ രീതിയിലാണ് നിലവിൽ മുഖ്യമന്ത്രിയുടെ പ്രചരണം ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും മുഖ്യമന്ത്രി കൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകുന്നതോടെ LDF ക്യാമ്പ് കൂടുതൽ ശക്തമായ നിലയിലുള്ള പ്രചരണത്തിലേക്ക് പോകും എന്നതാണ് ഇപ്പോൾ LDF നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രിയെ എല്ലാ ജില്ലകളിലും എത്തിക്കാനുള്ളൊരു നീക്കമൊക്കെ നടന്നിരുന്നെങ്കിലും പക്ഷേ കോർപ്പറേഷൻ ഉള്ള ജില്ലകളിൽ മാത്രം പര്യടനം നടത്തിയാൽ മതി എന്ന തീരുമാനത്തിലേക്കാണ് നിലവിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൊല്ലം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ കോർപ്പറേഷനുകളിലാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തുക. ശരി, വിജിനാണ് വിവരങ്ങൾ നൽകിയത്.